എല്ലാവർക്കും എൻ്റെ ഉത്രാട ദിന ആശംസകൾ. നമ്മുടെ പ്രിയപ്പെട്ട സംസ്കൃത ഭാഷയെപ്പറ്റി പറഞ്ഞ് സപ്തമി വിഭക്തി വരെ എത്തിയിട്ടുണ്ട്. വിഭക്തി അർത്ഥങ്ങളെല്ലാം ക്ലിയറായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് പദങ്ങളോട് ചേർത്ത് വാക്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിസ്തരിച്ച് പറഞ്ഞത്. പക്ഷേ സപ്തമി വിഭക്തി പറയുന്ന സമയത്ത് അതിൻ്റെ രണ്ടർത്ഥങ്ങളെ പറഞ്ഞുള്ളൂ. ഒരു അർത്ഥം കൂടിയുണ്ട്, അതായത് അതിങ്കൽ അതിൽ വെച്ചെന്നും വിഷയം സപ്തമി മത, വിഷയ സപ്തമി എന്ന ഒരു ഘടകം കൂടി അതിനുണ്ട്. അതായത് ഞാൻ അവിടെ പോകുമ്പോൾ ഒരു സർപ്പത്തെ കണ്ടു, മയി ഗച്ഛന്ത്യാം സത്യാം സർപ്പമേകം ദദർശ, അല്ലെങ്കിൽ മയി ഗച്ഛതി സതി സർപ്പമേകം ദദർശ. ഇതൊക്കെ അത് പഠിക്കുമ്പോൾ മാത്രമേ വിസ്തരിച്ച് പറയാൻ പറ്റൂ, എങ്കിലും സന്ദർഭവശാൽ പറഞ്ഞതാണ്. അതുപോലെ സംബോധന പ്രഥമ എന്ന ഒരു വിഭക്തി കൂടി പ്രഥമ വിഭക്തിക്ക് ഉണ്ട്. ഹേ രാമ, ദൂരെയുള്ളവരെ വിളിക്കണമെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്ന അതിന് ഇങ്ങനെ ഉപവിഭക്തിയായി സംബോധന പ്രഥമ എന്നും പഠിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് വിസ്തരിച്ച് ആ വിഭക്തിയിലേക്ക്, രൂപങ്ങളിലേക്ക് പോകുമ്പോൾ വിസ്തരിച്ച് പഠിക്കാം.